CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അധികൃതരുടെ കടുത്ത അവഗണനയും കാരണം മണ്ണാർക്കാട് നെല്ലിപ്പുഴ പഴയ ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ അപകടങ്ങളുടെ സ്ഥിരം കേന്ദ്രമാകുന്നു. നെല്ലിപ്പുഴ അട്ടപ്പാടി റോഡ്, വടക്കുമണ്ണ റോഡ്, തത്തേങ്ങലം റോഡ് എന്നിവ സംഗമിക്കുന്ന ഈ പ്രധാന കവലയിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞുവെക്കുന്ന UDF സർക്കാർ നയങ്ങൾക്കെതിരെ LDF പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് നടന്ന ആനയൂട്ട് ഭക്തി നിർഭരമായി. 5 ആനകൾ പങ്കെടുത്തതിൽ ഗജവീരൻ ചെർപ്പുളശ്ശേരി മണികണ്ഠൻ പ്രത്യക്ഷ ഗണപതിയായി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് നടന്ന ആനയൂട്ട് ഭക്തി നിർഭരമായി. 5 ആനകൾ പങ്കെടുത്തതിൽ ഗജവീരൻ ചെർപ്പുളശ്ശേരി മണികണ്ഠൻ പ്രത്യക്ഷ ഗണപതിയായി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തന്ത്രി അണ്ടലാടി മനയ്ക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. അണ്ടലാടി മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. ഗജവീരൻ ചെർപ്പുളശ്ശേരി മണികണ്ഠനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് ഗജപൂജ നടന്നു. ആനയൂട്ട് രസീതാക്കുക. ആനയൂട്ട് നടത്തുന്നിടത്തുള്ള കൗണ്ടറിൽ നിന്നും രസീതാക്കാവുന്നതാണ്. തുടർന്ന് ആനകളെ ഊട്ടുന്ന ചടങ്ങിൽ ആയിരങ്ങൾ പങ്കാളികളായി. ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, മനുശ്ശേരി കൊച്ചയ്യപ്പൻ, ശ്രീകൃഷ്ണപുരം വിജയ്, മീനാട് കേശു തുടങ്ങിയ ആനകളാണ് പങ്കെടുത്തത്. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. പ്രസാദഊട്ടും ഉണ്ടായിരുന്നു.
CCN ചെറുപ്പുളശ്ശേരി. ആലിപ്പറമ്പ് പുരണ്ടമണ്ണ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. മയക്ക് കുട്ടികൾക്ക് കൊടുക്കണം. പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. ദീപപ്രോജ്വലന പ്രാർത്ഥന. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധം, മഹാഭാരത യുദ്ധം അരങ്ങേറുമ്പോൾ ആ യുദ്ധമുന്നണിയിൽ നിന്ന് വളരെ നിസ്സഹായനായി നിൽക്കുന്ന അർജുനൻ തളർന്നു വീഴുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭഗവത്ഗീതയിൽ നമ്മളെല്ലാവരും വായിച്ച ഒരു കാര്യമാണ്. അത് ലോകത്തെ മനുഷ്യർക്കുള്ള ഒരു സന്ദേശമാണ്. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കദാചന. നിങ്ങൾ കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക, ഫലത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയേ ചെയ്യരുത്. അതാണ് ദൈവവിശ്വാസം. മനുഷ്യന് വേണ്ടി, സർവ്വചരാചരങ്ങൾക്കും വേണ്ടി, ലോകത്തിന് വേണ്ടി നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാമെന്ന് വിചാരിക്കരുത്. നോക്കൂ, നിങ്ങൾ ഇതിനു ചുറ്റും മനോഹരമായ മഴ പെയ്യുമ്പോൾ നമ്മൾ കാണുന്ന എത്ര മരങ്ങളുണ്ട്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേക്കോട്ടിൽ ആയിഷ അധ്യക്ഷയായി. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വാഹിദ, വാർഡ് അംഗങ്ങളായ TK നവാസ്, K ശ്രീദേവിക്കുട്ടി, N മോഹൻദാസ്, സ്വാഗത സംഘം ചെയർമാൻ PV ശങ്കരനുണ്ണി, VS മുരളീധരൻ, ജനറൽ കൺവീനർ K രാധാമോഹനൻ, താണിപ്പ ഹാജി, K വാസുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആയിഷ മേക്കോട്ട്. തുടർന്ന് ശ്രീലക്ഷ്മി വാര്യരുടെ കുച്ചുപ്പുടിയും അരങ്ങേറി. ഓഗസ്റ്റ് 8 വരെ ഭാഗവത സപ്താഹയജ്ഞം ഭക്തി നിർഭരമായി നടക്കും. മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ. ചെത്തല്ലൂർ മംഗലത്തുമന NA കുമാരസ്വാമി ഭട്ടതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. എല്ലാ ദിവസവും രാവിലെ 6-ന് യജ്ഞം തുടങ്ങും. യജ്ഞത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകിട്ട് 6:30-ന് നൃത്തനൃത്യങ്ങളും കലാപരിപാടികളും ഉണ്ടാകും. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യത്തിന് ഒടുവിൽ പരിഹാരം. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ റൂട്ടിൽ KSRTC ബസ് സർവീസ് വീണ്ടും ആരംഭിച്ചു. പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA ആദ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തുടർന്ന് അങ്ങാടിപ്പുറത്തെത്തിയ ബസ്സിന് മഞ്ഞളാംകുഴി അലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. റൂട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആവേശകരമായ സ്വീകരണമാണ് KSRTC സർവീസിന് ഒരുക്കിയത്. ഈ ഒരു ബസ് അനുവദിക്കണമെന്ന് കഴിഞ്ഞ നിയമസഭാ ഘട്ടത്തിൽ തന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ബസിന്റെയും ജീവനക്കാരുടെയും ഒക്കെ കുറവ് കാരണം അന്ന് KSRTCയുടെ ചുമതലയുള്ള ബഹുമാന്യനായ മന്ത്രി എത്രയും വേഗം അത് പരിഗണിക്കാമെന്നും അതിനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്നും അറിയിക്കുകയുണ്ടായി. നമുക്കറിയാം, 12ഓളം റൂട്ടുകൾ കൂടിയിരുന്ന നമ്മുടെ പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ട് ഇന്ന് പുതിയ KSRTCയുടെ ട്രിപ്പ് ആരംഭിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് പുനരാരംഭിക്കുകയാണ്. അതിലേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ബഹുമാന്യനായ മന്ത്രി CP ജോണിനോട് ഞങ്ങൾക്കുള്ള വലിയ കടപ്പാടും
അദ്ദേഹത്തോടുള്ള സന്തോഷവും അറിയിക്കാൻ വേണ്ടി ഈ മുഹൂർത്തം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രിയദർശിനി യാത്രയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗകര്യമാണ് ഇതുവഴി തുറന്നു കിട്ടുന്നത്. നമ്മുടെ പ്രദേശത്തെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്ന ഒരു റൂട്ടിൽ KSRTC ഈ ഗവൺമെന്റിന്, പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും നല്ലൊരു തീരുമാനമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും രാവിലെ 6, 7, 20, 9, 10:30, ഉച്ചയ്ക്ക് 12 മണി, 1:50, 3:30, 5:10 എന്നിങ്ങനെയും വളാഞ്ചേരിയിൽ നിന്നും രാവിലെ 7:30, 8:50, 10:30, ഉച്ചയ്ക്ക് 12, 1:50, 3:30, 5:10, 6:40 എന്നിങ്ങനെയായിരിക്കും സർവീസുകൾ നടത്തുക. CCN പെരിന്തൽമണ്ണ. പാലക്കാട് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാത്ത നഗരസഭയുടെ നിഷേധാത്മക നിലപാടിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. പ്രതീകാത്മകമായി നായകളുടെ മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ ഉപരോധത്തിൽ പങ്കെടുത്തത്. 10,000-ഓളം തെരുവ് നായ്ക്കളാണ് ജനങ്ങൾക്ക് ഭീഷണിയുമായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നീ പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കൾ ആ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുന്നവരെ കൂട്ടമായി ആക്രമിക്കുന്ന സമീപനമാണ്. കേരളത്തിൽ പാലക്കാട് നഗരസഭയിൽ മാത്രമാണ് ഇത്രയും ഏറെ ദുരന്തം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നായ്ക്കൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഈ പാലക്കാട് നഗരത്തിലെ ജനങ്ങൾക്ക് നൽകുന്നില്ല ഈ BJP ഭരിക്കുന്ന നഗരസഭ എന്നുള്ളതാണ് സത്യം. വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയി മടങ്ങി വരുന്നതുവരെ രക്ഷിതാക്കളുടെ മനസ്സിൽ ആദിയാണെന്നും ആരാധനാലയങ്ങൾക്ക് മുൻപിലും സ്കൂളുകൾ, മദ്രസകൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് മുൻപിലും കൂട്ടം കൂടി നിൽക്കുന്ന തെരുവുനായ്ക്കൾ നഗരത്തിലെ ജനങ്ങൾക്ക് ഭീഷണിയാണെന്നും അവയുടെ നിയന്ത്രണത്തിന് നഗരസഭാ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് പ്രസിഡന്റ് CB സതീഷ് പറഞ്ഞു. ഉപരോധ സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB സതീഷ് നേതൃത്വം നൽകി. UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ ഹരിദാസ്, KR ശരരാജ്, C നിഖിൽ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞുവെക്കുന്ന UDF സർക്കാർ നയങ്ങൾക്കെതിരെ LDF പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ UDF ഭരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും അത് പറയാത്ത രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാവും. പക്ഷെ ഭരണത്തിലേറി എത്ര നാൾ നിങ്ങൾക്ക് മുൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിരിക്കാനാവും? എത്ര നാൾ നിങ്ങൾക്ക് മുൻ മുനിസിപ്പാലിറ്റിയെ കുറ്റം പറഞ്ഞിരിക്കാനാവും? കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരില്ലേ? ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ സത്യം പുറത്തു വരില്ലേ? സത്യം ഇതല്ലേ? സംസ്ഥാന ഗവൺമെന്റ് 3000 കോടിയോളം രൂപ നൽകാതിരുന്നതിന്റെ പ്രതിസന്ധിയല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ? അത് ഞങ്ങൾ ഭരിക്കുന്ന സ്ഥാപനമായാലും UDF ഭരിക്കുന്ന സ്ഥാപനമായാലും ആര് ഭരിക്കുന്ന സ്ഥാപനമായാലും കേരളത്തിൽ ഫേസ് ചെയ്യുന്നത് അത് ഒരു പൊതു പ്രശ്നമല്ലേ? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് LDF-ലോ UDF-ലോ ഉള്ള മുൻ ജനപ്രതിനിധികളാകെ കേരളത്തെ കുതിപ്പിലേക്ക് നയിച്ച ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കൂട്ടുനിൽക്കരുത്. സർക്കാരും നഗരസഭാ ഭരണസമിതിയും തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുകയാണെന്നും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നും ശശികുമാർ ആരോപിച്ചു. മുൻ ചെയർമാൻ P ഷാജി അധ്യക്ഷത വഹിച്ച സമരത്തിൽ NCP സംസ്ഥാന കമ്മിറ്റി അംഗം ഹംസ പാലൂർ, മുൻ ചെയർമാൻമാരായ KT പ്രേമലത, C ദിവാകരൻ, K സുധാകുമാരി, നിഷി അനിൽരാജ്, CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VP സത്യനാരായണൻ, CH ആഷിഖ്, നസീറ, K ഉണ്ണികൃഷ്ണൻ, MK ശ്രീധരൻ, LC സെക്രട്ടറിമാരായ രാധാകൃഷ്ണൻ, N അലവി എന്നിവർ സംസാരിച്ചു. LDF കൺവീനർ MM മുസ്തഫ സ്വാഗതവും V രാഹുൽ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അധികൃതരുടെ കടുത്ത അവഗണനയും കാരണം മണ്ണാർക്കാട് നെല്ലിപ്പുഴ പഴയ ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ അപകടങ്ങളുടെ സ്ഥിരം കേന്ദ്രമാകുന്നു. നെല്ലിപ്പുഴ അട്ടപ്പാടി റോഡ്, വടക്കുമണ്ണ റോഡ്, തത്തേങ്ങലം റോഡ് എന്നിവ സംഗമിക്കുന്ന ഈ പ്രധാന കവലയിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. ഇന്നലെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി. ഇവിടെ ഒരു ബൈക്കും ഒരു കാറും കൊണ്ട് ഇടിച്ചിട്ട് ആ ചങ്ങായിക്ക് നല്ല പരിക്കുണ്ട്. അതിന്റെ കാല് നല്ല മുറിഞ്ഞേക്കും. ഇന്നലെ എന്താ ഇവിടുത്തെ ഡോക്ടറിന്റെ കാറായിരുന്നു, അവർ തന്നെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. എന്തെങ്കിലും ഒരു ഇതിനൊരു നടപടി ഉണ്ടായാൽ ഉപകാരമായിരിക്കും.
പഴയ ചെക്ക് പോസ്റ്റ് ഭാഗത്തെ റോഡ് ഒരു വശത്തേക്ക് ചരിഞ്ഞ നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അശാസ്ത്രീയമായ ഈ നിർമ്മാണം കാരണം വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനു മുമ്പ് എല്ലാവരും കൂടി പറഞ്ഞ് വാർത്തയൊക്കെ കൊടുത്തതാ. എന്നിട്ട് ഇതിനൊരു തീരുമാനമായിട്ടില്ല ഇതുവരെ. അപകടം നടക്കാത്ത ദിവസം ചുരുക്കമുള്ളൂ. കാരണം മിക്ക ദിവസമുണ്ട്. നമ്മളെപ്പോഴും ഇവിടെ തന്നെ കാണണമല്ലേ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പരിഹാരം ഇതിനുണ്ടാക്കിയില്ലെങ്കിൽ പാടായിരിക്കും. കാരണം ഈ സ്കൂൾ കുട്ടികളാണെങ്കിലും ഇപ്പോൾ അവിടെ വന്ന് രാവിലെയൊക്കെ ദൂരം നേരം നിന്ന് കുറച്ച് ചിലപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തി വിടാറാ വരും ചെയ്യണം. കാരണം കണ്ടില്ലേ, തീവ്രവാദിന് ഒരു സാധനമില്ല. ഒരു ജംഗ്ഷനല്ല, എന്തെങ്കിലും ഒരു ഇത് വേണ്ടതാ, ഒന്നുമില്ല. ബുദ്ധിമുട്ട് തന്നെ സംഭവം. കാരണം ഇത് കണ്ടുകൊണ്ട് നമ്മളും മടുത്തു. അട്ടപ്പാടി റോഡിന്റെ പണി തീരുന്നതോടെ ജംഗ്ഷനിലെ പ്രശ്നം പരിഹരിക്കും എന്ന സ്ഥിരം മറുപടിയാണ് അധികൃതർ നൽകുന്നത്. എന്നാൽ 4 വർഷം മുൻപ് ആരംഭിച്ച അട്ടപ്പാടി റോഡ് പണി ഇനിയും പൂർത്തിയായിട്ടില്ല. മറ്റു ഉപറോഡുകളിൽ നിന്നും അട്ടപ്പാടി റോഡിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് പ്രധാന റോഡ് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. ഇതിനൊപ്പം വാഹനങ്ങളുടെ അമിത വേഗത കൂടിയാകുമ്പോൾ അപകട സാധ്യത ഇരട്ടിയാകുന്നു. അപകടങ്ങൾ ഒരുപാടാണ്. ഞങ്ങൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുക അപകടങ്ങൾ. കാരണം ഈ കുട്ടികളെ സ്കൂൾ വിട്ടിട്ടുള്ള അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഈ സമയത്ത് സ്കൂൾ വിട്ട് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടികൾ ഒരുപാട് സ്പീഡിൽ വരാറുണ്ട്. പിന്നെ ഒരു ലെവലില്ലാതെ ഇവിടെ ഉള്ളവരല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ വരുമല്ലോ, അവർക്ക് റോഡ് അറിയില്ല. പിന്നെ ഈ റോഡിൻ്റെ ഒരു ചരിവ്, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടി വരുന്ന ഒരു ജംഗ്ഷൻ ആയതുകൊണ്ടേ, ജോയിൻ്റ് ജംഗ്ഷൻ ആയതുകൊണ്ട് വണ്ടികൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുക. ആക്സിഡൻറ്റ് നിത്യേന നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ആക്സിഡന്റ് നടക്കുന്ന ഒരു സ്പോട്ടാണ് ഇപ്പോൾ ഇത്. ഞങ്ങൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണിത്. ദൂരെ നിന്നു തന്നെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ സർക്കിൾ രൂപത്തിലുള്ള താൽക്കാലിക റൗണ്ട് എബൌട്ട് ഉടൻ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. അല്ല, ഇത് നമ്മളെ അട്ടപ്പാടിന്ന് വരുന്ന റോഡും ചേറുംകുളത്തേക്ക് പോകുന്നതും നെല്ലിപ്പുഴത്തുനിന്ന് വരുന്നതും ഇവിടുന്ന് വടക്കോണത്തേക്ക് പോകുന്ന റോഡാണ്. ഈ ജംഗ്ഷനിൽ ഏത് സമയത്തും അപകടം കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പല വട്ടങ്ങളിൽ ഞാൻ അതിൻ്റെ രേഖകളും പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുത്തതാണ്. ഇന്ന് വരെ അതിനൊരു നടപടിയായിട്ടില്ല. പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസ് എടുക്കേണ്ടതിൽ എന്താണ് വിചാരിച്ചാൽ ഡിവൈഡ്, പക്ഷെ അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ മണ്ണാർക്കാട് PWDയിൽ പോയി ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർക്കും അതിനെപ്പറ്റി ചെയ്യാൻ പാടില്ല, അവർക്കത് ഇത് അവരിൽപ്പെട്ട റോഡല്ലെന്ന്. അത് ഈ റോഡ് വർക്കെടുത്ത കിഫ്ബി അവരെ വർക്കാണ് പറഞ്ഞാൽ അവരാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഷൊർണൂർ പിന്നെ തൃശ്ശൂർ ഇതിനൊക്കെ എല്ലാ പേപ്പറും കാര്യങ്ങളും കൊടുത്തതാണ്. അപ്പോൾ ഇനി നമ്മളിത് ആരത്താ പറയേണ്ടത്? ഇനി ഞാൻ ചെയ്യുന്നത് മണ്ണാർക്കാടത്തെ MLA, നമ്മുടെ സ്ഥലം MLA ഇപ്പോൾ മന്ത്രിയാണ്, അദ്ദേഹത്തിന് ഞാനൊരു നിവേദനം കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇത് ഒരു ഡിവൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു അപകടം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പേ ആയിട്ട് നമുക്കത് ചെയ്യണം. പിന്നെ അതുപോലെ ഇവിടുന്ന് സ്കൂൾ വിട്ട് വരുന്നത് സ്കൂൾ ഇവിടെ അടുത്താണ്. ഒരു ഗ്യാസ് ഓഫീസ്, ഓട്ടോറിക്ഷ, പള്ളി, ഇങ്ങനെ പല ആളുകളും ഈ ജംഗ്ഷനിൽ കൂടി നിൽക്കണം. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഇത്രയും തിരക്കുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ മണ്ണാർക്കാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ തിരക്കുള്ള ചെക്ക് പോസ്റ്റ് ഭാഗമാണ്. സ്ഥിരം സംവിധാനം വരുന്നതുവരെ വേഗത നിയന്ത്രിക്കാനുള്ള മുന്നറിയിപ്പ് ബോർഡുകളും താൽക്കാലിക ക്രമീകരണങ്ങളും ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ജംഗ്ഷനിലൂടെ കാൽനടയായി പോകുന്ന സ്കൂൾ കുട്ടികളും നിരന്തരം അപകടങ്ങളിൽ പെടുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്കൂൾ സമയങ്ങളിൽ ജംഗ്ഷനിൽ നിർബന്ധമായും ട്രാഫിക് പോലീസിനെയോ ഹോംഗാർഡിനെയോ നിയോഗിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ദിവസേനയെന്നോണം അപകടങ്ങൾ കണ്ടുമടുത്ത പ്രദേശവാസികളുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. ഒരു വൻ ദുരന്തത്തിനായി കാത്തുനിൽക്കാതെ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സാഹചര്യം വളരെ മോശമാണ്. ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആക്സിഡന്റുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് 1-2 തവണയല്ല, ഇതിനി വലിയൊരു സംഭവം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ആക്സിഡന്റിലേക്ക് പോയിട്ടോ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു ജംഗ്ഷനിൽ എന്തെങ്കിലും ടെമ്പറവറി ആയിട്ടെങ്കിലും ഒരു സംവിധാനം വന്നിട്ടില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അതിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ തന്നെ, നമ്മളെ ഇടതുഭാഗത്ത് കാണുന്ന ഈ ഒരു ഷോപ്പിൻ്റെ തന്നെ ഇവിടേക്ക് ഒരു വണ്ടി ഓടിക്കയറിയിട്ട് വളരെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് ഇവിടെ. ആ ഒരു ഫ്രണ്ടേജിലെ ഗ്ലാസുകൾ മുഴുവൻ അവർ പുതുതായിട്ട് കുടുക്കി ആ വണ്ടി അടിച്ച ഓണർ തന്നെ മാറ്റിക്കൊടുത്ത
ഒരു സംഭവമൊക്കെ ഉണ്ടാകുകയുണ്ടായി. അപ്പോൾ വളരെ എന്താ പറയുക ഗൗരവതരമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു റോഡ് സംവിധാനമാണ് നമുക്ക് ഈ കാണാൻ കഴിയുക. ഈ 4 ജംഗ്ഷനാണ്, ഒന്ന് തത്തേങ്കലത്തേക്ക് പോകുന്നത്, ഒന്ന് വടക്കുമണ്ണത്ത് ഇങ്ങോട്ട് വരുന്നത്, അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹാര മാർഗം എന്ന് പറയുന്നത് ടെമ്പറവറി ആയിട്ടെങ്കിലും ഇപ്പം നിലവിൽ ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വർഷങ്ങളായിട്ട് ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്നാൽ നമുക്കിതിനെ നിസ്സാരവൽക്കരിച്ച് കളയാനും പറ്റില്ല. കാരണം ടെമ്പറവറി ആയിട്ടൊരു സംവിധാനം ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഈ റോഡ് കൃത്യമായിട്ട് വരുന്ന മെയിൻ റോഡ് ഏതാണെന്നും പോക്കറ്റ് റോഡുകൾ ഏതാണെന്നും ഇത് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഈ വരുന്ന വണ്ടികൾക്ക് മനസ്സിലാകാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഇഷ്യൂ ആയതുകൊണ്ടാണ് അതിലത്തെ ടെമ്പറവറി എങ്കിലും ഒരു റൗണ്ട് അബൌട്ട് രൂപത്തിൽ താൽക്കാലികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാവുന്ന തരത്തിലുള്ളൊരു സംവിധാനമെങ്കിലും വെച്ചിട്ട് ഇവിടെ വളരെ കറക്റ്റായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം, ടെമ്പറവറി ആയിട്ടെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും. അപ്പോൾ അതിനുള്ള നടപടികൾ ഈ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. CCN മണ്ണാർക്കാട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ നാട്ടുകൽ അണ്ണാൻതൊടിയിൽ 2 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ഞായറാഴ്ച വൈകിട്ട് 3:30ഓടെയാണ് സംഭവം. അപകടത്തിൽ 2 കാറുകളിലുമായി സഞ്ചരിച്ചിരുന്ന 5ഓളം പേർക്ക് പരിക്കേറ്റു. കരിപ്പമണ്ണ സ്വദേശികൾ സഞ്ചരിച്ച കാറും പൊന്നിയകുറിശി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ തിത്തിമു, നാജിയ, അബ്ദുൽ ഗഫൂർ എന്നിവരുൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴയുള്ള സമയത്താണ് അപകടമുണ്ടായത്. പ്രദേശവാസികളായ നാട്ടുകാരാണ് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. CCN ചത്തല്ലൂർ. മണ്ണാർക്കാട് നഗരസഭയിലെ ഭരണ പ്രതിസന്ധിക്കും തർക്കങ്ങൾക്കും പിന്നാലെ കോൺഗ്രസ് കൗൺസിലർമാർക്ക് പാലക്കാട് DCC പ്രസിഡന്റിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. കൗൺസിലർമാരായ ജലീൽ കുളമ്പൻ, രാധാകൃഷ്ണൻ എന്നിവർക്കാണ് നോട്ടീസ് അയച്ചതായി സൂചനയുള്ളത്. നഗരസഭയിലുണ്ടായ തർക്കങ്ങളെ തുടർന്ന് 2 കൗൺസിലർമാർക്കുമെതിരെ UDFിലെ മറ്റു 15 കൗൺസിലർമാരും മണ്ണാർക്കാട് മുനിസിപ്പൽ UDF കമ്മിറ്റിയും DCC പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനോട് DCC റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലർമാർക്കെതിരെ ഷോക്ക് ഓഫ് നോട്ടീസ് അയക്കുന്ന നടപടിയിലേക്ക് DCC കടന്നതെന്നാണ് അറിയുന്നത്. CCN മണ്ണാർക്കാട്. കനത്ത മഴയിലും വീശിയടിച്ച ശക്തമായ കാറ്റിലും പരക്കെ നാശനഷ്ടം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മരം കടപുഴകി വീണും വീടിന്റെ ഭിത്തി തകർന്നും കണ്ണങ്കുണ്ട് കോസ്വേയിൽ വാഹനങ്ങൾ കുടുങ്ങിയും അപകടമുണ്ടായി. ശക്തമായ കാറ്റിൽ ദേശീയപാതയിലെ നാട്ടുകൽ പോസ്റ്റ് ഓഫീസ് വളവിനു സമീപം പാതയോരത്തെ മരങ്ങൾ പൊട്ടിവീണു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്താണ് അപകടമുണ്ടായതെങ്കിലും മരം വീഴുന്ന നിമിഷത്തിൽ വാഹനങ്ങളൊന്നും പാതയിലില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. മരം വീണ് പാതയോരത്തെ വീടുകളുടെ മതിലുകൾ തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അലനല്ലൂർ ഭീമനാട് കാട്ടുകുളം അത്താണിപ്പടിയിൽ നാലകത്ത് അലിയുടെ വീടിന്റെ ഭിത്തി തകർന്നു വീണു. സംഭവത്തെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തുകയും അപകട സാധ്യത കണക്കിലെടുത്ത് കുടുംബത്തെ സുരക്ഷിതമായ മറ്റു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. അലനല്ലൂർ കണ്ണങ്കുണ്ട് കോസ്വേയിൽ അധികൃതരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് യാത്ര ചെയ്ത വാഹനങ്ങൾ വീണ്ടും കുടുങ്ങി. ഇന്നു രാവിലെ എടത്തനാട്ടുകര ഭാഗത്തു നിന്നും ഭാരവുമായി വന്ന പിക്കപ്പ് വാനാണ് പാലത്തിൽ കുടുങ്ങിയത്. തുടർന്ന് മറ്റൊരു വാഹനമെത്തി കയർ കെട്ടിവലിച്ചാണ് പിക്കപ്പ് വാനിനെ മറുകരയിലെത്തിച്ചത്. CCN ചത്തല്ലൂർ. കേരള മാപ്പിള കലാ അക്കാദമി പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച കലാലയ സ്നേഹദൂത് പരിപാടി ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ നടന്നു. ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് PT സലാം കരിങ്കല്ലത്താണി ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും സാമൂഹിക കാലുഷ്യങ്ങൾക്കുമെതിരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആറ്റക്കോയത്തങ്ങൾ മണ്ണാർക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ ചളവറ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മജീഷ്യൻ മുസ്തഫ ചെറുപ്പുളശ്ശേരി അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ മായാജാല പ്രദർശനം ശ്രദ്ധേയമായി. മുഹമ്മദ് അലി, സിന്ധുമണി, അർഷദ്, സുലൈമാൻ, സിദ്ദിഖ് തുടങ്ങിയവർ നയിച്ച ലഹരി വിരുദ്ധ ദേശഭക്തി ഗാനസുധ പരിപാടി നടന്നു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനോദ്ഘാടനം പെരിന്തൽമണ്ണ സെൻട്രൽ ജിം LP സ്കൂളിൽ വെച്ച് നടന്നു.
ഉപജില്ലാ ഓഫീസർ KT കുഞ്ഞുമൊയ്തു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അനൂപ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ വിനോദനുണ്ണി, SMC ചെയർമാൻ തെക്കത്ത് ഉസ്മാൻ, ഉപജില്ലാ വിദ്യാരംഗം കൺവീനർ ബിന്ദു പരിയാപുരത്ത്, മുഹമ്മദ് ബഷീർ, മുഹമ്മദ് അഷറഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകനും മജീഷ്യനുമായ പ്രജിത് മുല്ലയ്ക്കൽ, സ്വാതിജിത്ത്, സൂര്യജിത്ത്, ശ്രേയ പ്രജീൽ, ശ്രാവൺ പ്രജീൽ എന്നിവർ അവതരിപ്പിച്ച മാജിക് ആൻഡ് മെന്റലിസം പരിപാടി നടന്നു. തൂത വീട്ടിക്കാട് ചങ്ങമ്പുഴ വായനശാലയിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചെറുപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലർ M രശ്മി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം മുഖ്യപ്രഭാഷണം നടത്തി. അനുമോദനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ അനുമോദനങ്ങൾ ലഭിക്കാതെ കടന്നുപോയവർ ധാരാളമുണ്ടെന്ന് കൂടി നാം ഓർക്കണമെന്ന് ബിജുമോൻ പറഞ്ഞു. വായനശാല പ്രസിഡന്റ് PT മനോജ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം രവീന്ദ്രൻ തൂത, വായനശാല സെക്രട്ടറി C കൃഷ്ണദാസ്, ഗോവിന്ദൻ വീട്ടിക്കാട് എന്നിവർ സംസാരിച്ചു. CCN ചെറുപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അധികൃതരുടെ കടുത്ത അവഗണനയും കാരണം മണ്ണാർക്കാട് നെല്ലിപ്പുഴ പഴയ ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ അപകടങ്ങളുടെ സ്ഥിരം കേന്ദ്രമാകുന്നു. നെല്ലിപ്പുഴ അട്ടപ്പാടി റോഡ്, വടക്കുമണ്ണ റോഡ്, തത്തേങ്ങലം റോഡ് എന്നിവ സംഗമിക്കുന്ന ഈ പ്രധാന കവലയിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞുവെക്കുന്ന UDF സർക്കാർ നയങ്ങൾക്കെതിരെ LDF പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് നടന്ന ആനയൂട്ട് ഭക്തി നിർഭരമായി. 5 ആനകൾ പങ്കെടുത്തതിൽ ഗജവീരൻ ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ പ്രത്യക്ഷ ഗണപതിയായി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.